അസ്സലാമു അലൈക്കും. ചാനൽ ഡിയുടെ ബാച്ചലർ പാർട്ടിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ബാച്ചലർ പാർട്ടിയുടെ ഒരു ഈദ് സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സുസ്വാഗതം. ഈദ് സ്പെഷ്യലാണെന്നുള്ളത് നിങ്ങൾക്ക് എൻ്റെ ഒരു ലുക്കും ഇന്നത്തെ ഒരു ഗെറ്റപ്പും കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ എന്തായാലും ഒരു പരിശുദ്ധമായ റമദാനിലൂടെ കടന്നു വന്ന് നമ്മളങ്ങനെ ഈദിൽ എത്തി നിൽക്കുകയാണ്. എല്ലാവർക്കും ചാനൽ ഡിയുടെ എല്ലാ പ്രേക്ഷകർക്കും ആദ്യം തന്നെ ഈദ് മുബാറക്. അപ്പോൾ ഈ റമദാനിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്താലും എന്ത് പുണ്യ പ്രവൃത്തി ചെയ്താലും അതിന് ഇരട്ടി പ്രതിഫലമാണ് എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. അതിപ്പോൾ നിസ്കരിക്കുന്ന കാര്യമായാലും ശരി, അല്ലെങ്കിൽ ഖുർആൻ ഓതുന്ന കാര്യമായാലും ശരി, നോമ്പെടുക്കുന്ന കാര്യമായാലും ശരി, മറ്റെന്ത് സൽക്കർമ്മമായാലും ശരി, ഇരട്ടി പ്രതിഫലമാണ് അതിന് കിട്ടുക. അതാണ് ഈ റമദാൻ മാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മം എന്ന് പറയുന്നത് ദാനധർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. സക്കാത്ത് കൊടുക്കുക. അതിപ്പോൾ ഉള്ളവനില്ലാത്തവന് കൊടുക്കുക. അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു നേരത്തെ ഭക്ഷണം, അതിപ്പോൾ ഒരു കാരക്കായാലും ശരി, ഒരു ഗ്ലാസ് വെള്ളമായാലും ശരി, വയറ് നിറച്ച് ഒരു നേരത്തെ ഭക്ഷണമായാലും ശരി, അതിന് ഭയങ്കര ഒരു പ്രതിഫലമാണ് പടച്ചവൻ അള്ളാഹു തരുന്നതെന്നാണ് വിശ്വാസം. അപ്പോൾ നമ്മുടെ ഈ UAE അങ്ങോളം ഇങ്ങോളം പല എമിറേറ്റ്സിലായിട്ട് ഈ ലേബർ ക്യാമ്പുകളിൽ ജോലിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം, വയറ് നിറച്ച് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്ന, പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്ന ഒരുപാട് സന്നദ്ധ സംഘടനകളുണ്ട്, വ്യക്തികളുണ്ട്. അത്തരത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പല പല ലേബർ ക്യാമ്പുകളിൽ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന, തൊഴിലാളികൾക്ക് നോമ്പ് തുറക്കാനുള്ള ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ടീം ഇഫ്താർ എന്ന് പറഞ്ഞിട്ടൊരു സംഘടനയോടൊപ്പമാണ് നമ്മുടെ ഇന്നത്തെ ബാച്ചിലർ പാർട്ടി. ആ ഒരു യാത്ര നമ്മൾ തുടങ്ങുകയാണ് ടീം ഇഫ്താറിൻ്റെ. حبني وردني على الذل بفرق عن دروبه وبخليه بفرق عن دروبه അപ്പോൾ നമ്മൾ ഈ ടീം ഇഫ്താർ ഓരോരോ ക്യാമ്പുകളിലേക്ക് ഫുഡ് വെയർ ഹൗസിൽ നിന്നും അത് എടുത്ത് ഓരോരോ കാറുകളിലേക്ക് കയറ്റുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ പല പല കാറുകളായിട്ട് പല പല ഈ സജ്ജ ഭാഗത്തുള്ള 10-20 ക്യാമ്പുകളുണ്ട്. ഓരോരോ ക്യാമ്പുകളിലേക്ക് ഓരോരോ വണ്ടി പോകുന്നു. അങ്ങനെ ഒരു വണ്ടിയുടെ പുറകെ ഫോളോ ചെയ്തിട്ട് നമ്മൾ ഇതിലൊരു ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. ക്യാമ്പറിൻ്റെ നമ്പർ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഈ പറഞ്ഞ നമ്മൾ കണ്ട തണ്ണിമത്തനൊക്കെ നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്ത്, വളരെ ഹൈജീനിക്കായിട്ട് കട്ട് ചെയ്ത് കൃത്യമായിട്ട് ഓരോരോ കണ്ടെയ്നറിലേക്ക് ആക്കുന്നു. ഒപ്പം തന്നെ ഓരോരോ ക്യാമ്പുകളിലേക്കുള്ള ചെമ്പ് ബിരിയാണി, നല്ല ഉഷാറുള്ള സ്വാദുള്ള ബിരിയാണി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ബിരിയാണി എങ്ങനെയാണ് ഇത് അവർ സെറ്റ് ചെയ്യുന്നത്, ചിക്കൻ പീസും കാര്യങ്ങളൊക്കെ ഓരോ കണ്ടെയ്നറിലേക്ക് പാക്ക് ചെയ്യുന്നത് നമുക്ക് വമ്പഴായിട്ടൊന്ന് കാണാം. എൻ്റെ ഒന്ന് ഫോളോ ചെയ്തു. അപ്പോൾ നമ്മൾ നല്ല ചെമ്പിലെ ബിരിയാണി നല്ല കൃത്യമായിട്ട് പാക്ക് ചെയ്യുന്നത് കണ്ടു, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നത് കണ്ടു, തണ്ണിമത്തനൊക്കെ കട്ട് ചെയ്യുന്നത് കണ്ടു. അപ്പോൾ ഇതിനൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ ക്യാമ്പിൽ ഓരോരോ ക്യാമ്പിൽ ഓരോരോ ലീഡേഴ്സാണ് അല്ലേ? അപ്പോൾ ഈ ക്യാമ്പിലെ ലീഡറാണ്, പേരെങ്ങനെയാണ്? സംബീൽ. ഇതിപ്പോൾ ഏത് നമ്പർ ക്യാമ്പാണ്? ക്യാമ്പ് നമ്പർ 4 ആണ്. ക്യാമ്പ് നമ്പർ 4 ആണ്. ഇങ്ങനെ ഓരോ ക്യാമ്പിലേക്ക് ഓരോ ലീഡർമാരുണ്ട്. അതായത് ക്യാമ്പിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ടാണ് നമ്മളിത് കട്ട് ചെയ്യിക്കുന്നത്. നമ്മുടെ തന്നെ ടീമുകളുണ്ട്. നമ്മൾക്ക് ഓരോ ക്യാമ്പിൽ ഓരോ ടീംസുകളുണ്ട്. അപ്പോൾ അവർ കൃത്യമായിട്ട് അത് എന്നും 30 ദിവസം ഇവർ തന്നെയായിരിക്കും നേതൃത്വം കൊടുക്കുന്നത്. ഇവിടെ ഓൾമോസ്റ്റ് ഈ ഒരു ക്യാമ്പിനകത്ത് എത്ര പേര് നമുക്ക് നോമ്പ് തുറക്കാനൊക്കെ ആയിട്ട്? ഇവിടെ 900 തൊട്ട് 1200 വരെ. ഒരു 1200 നമുക്ക് 1200 വരെ മാക്സിമം വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് ഡേയ്സ് ആകുമ്പോൾ 1300 വരെ വരും. ഓക്കെ. അപ്പോൾ ഈ ഏരിയയിലുള്ള ആൾക്കാരൊക്കെ വരുന്നത് നമ്മളെന്നും ഈ നേരത്തെ ആകുമ്പോഴേക്കും കൃത്യമായിട്ട് പാക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കും. അതായത് ഒരു 6 മണിയാകുമ്പോഴേക്കും നമ്മൾ പാക്കിംഗ് ഓൾമോസ്റ്റ് ജോയിൻ ചെയ്യാൻ തീരും. പിന്നെ അത് സപ്ലൈ ചെയ്യാൻ മാത്രം ബാക്കിയാകും. അപ്പോൾ അപ്പോഴത്തേക്കും ആളുകൾ എത്തി ഏകദേശം ഒരിക്കലും വേസ്റ്റ് ആവുന്നുള്ള പരിപാടിയാണ്. അതായത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഭക്ഷണം അവർ കൊണ്ടുപോകും അങ്ങനെ എന്തെങ്കിലും? അതായത് വേസ്റ്റ് ആവുന്നത് വരുന്നില്ല. ഓൾമോസ്റ്റ് നമുക്ക് അറിയാം ഓൾമോസ്റ്റ് എത്ര പേര് വരുന്നുള്ളത്. ചില ദിവസം ചിലപ്പോൾ ഷോർട്ടേജ് വരും, ചില ബാക്കിയ ദിവസങ്ങൾ അവർക്ക് വീണ്ടും
പാക്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇനിയിപ്പോൾ ഈ അവസാന 10 ആകുമ്പോഴേക്കും ആളുകൾ കൂടുന്നു പറഞ്ഞു. അപ്പോൾ അത് കാൽക്കുലേഷൻസ് ഓൾമോസ്റ്റ് കറക്റ്റ് ആവും. ചില ദിവസം ഷോർട്ട് വരും. ഷോർട്ട് വരുന്ന ദിവസം നമ്മൾ പിറ്റേ ദിവസം അതനുസരിച്ച് കുറച്ച് അധികം ചോറ് കൊണ്ടുവരും. ബാക്കിയാണെങ്കിൽ അവർക്ക് തന്നെ നമ്മൾ പാക്ക് ചെയ്ത ചോറ് കൊടുക്കും. എന്തൊക്കെയാണ് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കൊടുക്കുന്നത് അല്ലെങ്കിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ബിരിയാണി, വാട്ടർമെലൻ, ജ്യൂസ്, ലബാൻ, ചിക്കൻ ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണി, പിന്നെ ഡേറ്റ്സും കൊടുക്കും. വെള്ളം. അപ്പോഴത്തേക്ക് ഒരു 6:45-7 മണി സമയം ആകുമ്പോൾ 7 മണിയാകുമ്പോൾ ഇത് ഫുൾ പാക്ക് ആവും. ക്യാമ്പ് ലീഡർ പറഞ്ഞാൽ അനുസരിക്കുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് ഒരു ക്യാമ്പ് ലീഡറാണ്. ഇതുപോലെ ഒരുപാട് ലീഡർ ടീം ഇഫ്താറിന്റെ ഭാഗമായിട്ടുണ്ട്. അങ്ങനെ 1-2 ക്യാമ്പുകളിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. പണി നടക്കട്ടെ. അപ്പോൾ ടീം ഇഫ്താർ ഇങ്ങനെ ഓരോരോ ക്യാമ്പുകളിലേക്ക് അവർ സ്വരുക്കൂട്ടിയിട്ടുള്ള ഫുഡും കാര്യങ്ങളും കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കൂടെ എടുത്തു പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുള്ള UAE പല എമിറേറ്റ്സിലുള്ള മറ്റ് വ്യക്തികൾക്കോ സംഘടനകൾക്കോ ഒക്കെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം ഇഫ്താറിൻ്റെ കൂടെ. ടീം ഇഫ്താറിൻ്റെ കൂടെ ഇതുപോലെ ലേബർ ക്യാമ്പുകളിൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണമെന്നൊരു ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവരെ കോൺടാക്ട് ചെയ്യാം. അങ്ങനെ കോൺടാക്ട് ചെയ്തിട്ടുള്ള ഏതോ ഒരു സംഘടന ഒരു ലേബർ ക്യാമ്പിലേക്കുള്ള കുറേ അധികം ആളുകൾക്കുള്ള ഫുഡ് എത്തിച്ചിരിക്കുകയാണ് ഒരു വണ്ടിയിൽ. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ കണ്ട വിഷ്വൽസ്. ഇത് വേറൊരു ടീം ഇഫ്താറിൻ്റെ കൂടെ കോപ്പറേറ്റ് ചെയ്തിട്ട് ഭക്ഷണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. ടീം ഇഫ്താർ തന്നെയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അവർ തന്നെ കൃത്യമായിട്ടൊരു ക്യാമ്പ് അവരോട് പറയും, അവിടേക്ക് ഇവർ സാധനം എത്തിക്കും. അപ്പോൾ ടീം ഇഫ്താറിൻ്റെ ആളുകൾ തന്നെ അവരുടെ മെമ്പേഴ്സ് തന്നെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൃത്യമായിട്ട് ലേബർ ക്യാമ്പുകളിൽ സപ്ലൈ ചെയ്യും. അപ്പോൾ അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേറൊരു ടീമിൻ്റെയാണ്. പക്ഷേ ടീം ഇഫ്താർ തന്നെയാണ് ഇതിന് വേണ്ടിയിട്ട് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സംഭവം ലേബർ തൊഴിലാളികൾക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ടീം ഇഫ്താറിൻ്റെ ഈ ഒരു പരിപാടിയുടെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചീഫ് കോർഡിനേറ്റർ ആയിട്ടുള്ള ഇസാഖാനോട് തന്നെ ചോദിക്കാം. ഇസാഖ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിന്നിപ്പോൾ ഒരു ക്യാമ്പിൽ ഇങ്ങനെ ഇഫ്താർ കിറ്റ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്യാമ്പ് നമ്പർ 12 കൃത്യമായിട്ടൊക്കെ അറിയാം. എത്ര നാളായി ടീം ഇഫ്താറിൻ്റെ ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ട്? അതാണ് ദൈവാനുഗ്രഹത്താൽ ഇത് 13ാമത്തെ വർഷമാണ്. അഥവാ കഴിഞ്ഞ 13 വർഷം മുമ്പ് 50 പേർക്ക് ഭക്ഷണം കൊടുത്തു തുടങ്ങിയ ഈ സംരംഭം ഇപ്പോൾ ലക്ഷങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ 30 നോമ്പിന് നമ്മൾ 4,34,000 ആളുകൾക്ക് നോമ്പ് തുറപ്പിക്കാൻ പറ്റി. ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞ 21 ദിവസം കൊണ്ട് നമുക്ക് 3,22,000 ആളുകൾക്ക് നമുക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും ഈ നോമ്പ് കഴിയുന്നതോടുകൂടി 4.5 ലക്ഷം ആളുകളിലേക്ക് ചുരുങ്ങിയത് അല്ലെങ്കിൽ 5 ലക്ഷത്തോളം ആളുകൾക്ക് ഇഫ്താർ കൊടുക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരിക്കും ടീം ഇഫ്താറിൽ അപ്പോൾ എത്ര പേര് നിങ്ങൾ ആക്റ്റീവായിട്ടുണ്ട്? ടീം ഇഫ്താർ എന്ന് പറഞ്ഞാൽ 12 സംഘടനകളുടെ ഒരു കൂട്ടായ്മയാണ്. അതിൽ അവർ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ സംഘടനയുടെ പ്രാതിനിധ്യമല്ല, സംഘടനകൾക്ക് അവരുടെ സേവനത്തിൻ്റെ പ്രാതിനിധ്യം മാത്രം കാണിക്കാൻ പറ്റിയൊരു വേദിയാണിത്. ഇവിടെ നമ്മൾ ആരും ഞാൻ ഇന്ന സംഘടനയുടെ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വരാറില്ല. ഞാൻ ടീം ഇഫ്താറിൻ്റെ ഇന്ന ക്യാമ്പിലെ വോളണ്ടിയർ ആണെന്നേ പറയാറുള്ളൂ. അങ്ങനെ പറയാൻ പാടുള്ളൂ. ആ ഒരു മുഖമാണ് നമ്മൾ മറ്റുള്ളവർ കൊടുക്കുന്നത്. അതിൽ ഏകദേശം നമ്മുടെ 50 കേന്ദ്രങ്ങളിലായിട്ട് നമുക്കിപ്പോൾ ഒരു 18,000 വരെ ആളുകൾക്ക് ഒരു ദിവസം ഫുഡ് എത്തിക്കുക എന്നുള്ള ഒരു ടാസ്ക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഓൾമോസ്റ്റ് ഒരു 450-500 വോളണ്ടിയേഴ്സിൻ്റെ സേവനവും നമുക്ക് ദിവസം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ടീം ഇഫ്താറിൻ്റെ ഈ ഒരു ഓരോ ദിവസത്തെ പ്രവർത്തനത്തിൻ്റെ സമയം അതെപ്പോൾ തുടങ്ങും? ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളൊക്കെ സമയം നമ്മൾ സാധാരണഗതിയിൽ ഒരു 5:30 മണിക്ക് മാക്സിമം 5 മണി മുതൽ 5:30 മണിയോടുകൂടി ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിൽ, ഇപ്പോൾ സജയിലാണ് ഒരു ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ ഉള്ളത്. ആ സമയത്ത് മറ്റു ഓരോ എമിറേറ്റ്സിലും ഓരോ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ വെച്ചിട്ടുണ്ടാവും. അവിടെ പരമാവധി 5:30 മണിക്ക് എത്തിയിട്ട് അവരവരുടെ ക്യാമ്പുകളിലേക്ക്, ഇപ്പോൾ സജയിലാണെങ്കിൽ 21 ക്യാമ്പിലേക്ക് അതിൻ്റെ ആളുകൾ ഓരോ ക്യാമ്പ് ലീഡറും വന്നിട്ട് അതിന് വേണ്ട ആക്സസറീസ് കളക്ട് ചെയ്ത് പോവുകയും ഓൾറെഡി ഇതിൻ്റെ മെയിൻ കോഴ്സ് ഫുഡ് ഈ സൈറ്റിൽ എത്തിയിട്ടുണ്ടാവും. അത് കൊണ്ടുപോയിട്ട് ഡെലിവറി ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വോളണ്ടിയേഴ്സ് ടീമിൻ്റെ റോളുള്ളത്. ഇത് സജയിലാണെങ്കിൽ 21 ക്യാമ്പുകളും, ഷാർജയിൽ മറ്റ് 4 ക്യാമ്പുകളും, ദുബായിൽ മറ്റ് 9 ക്യാമ്പുകളും, റാസൽ ഖൈമയിൽ 6 എണ്ണവും,
അജ്മാലിൽ 3 എണ്ണവും അല്ലയിൽ 2 എണ്ണവും ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. അങ്ങനെ 50 ക്യാമ്പുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ ഓക്കെ. ഇത് ശരിക്കും തുടക്കം എത്ര പേര് ചേർന്നിട്ടായിരുന്നു, അല്ലെങ്കിൽ ഏത് വർഷമായിരുന്നു, ആരാണ് ഇതിൻ്റെ ഒരു ചുക്കാൻ പിടിച്ചു തുടക്കം? 96-ൽ യാദൃശ്ചികമായിട്ട് ഒരു നോമ്പ് തുറക്ക് കൂടിയ പയ്യന്മാർ അവർ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് വഴിയിൽ കുറച്ച് ജോലിക്കാരിയ്ക്കുന്നത് കണ്ടു. ഇവർ നമസ്കാര സമയത്ത് പള്ളിയിലെത്തുകയും തിരിച്ച് ഇവർ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് വീണ്ടും അതേ സ്ഥലത്ത് തിരിച്ചു പോയിരിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ, അപ്പോൾ നിങ്ങൾ ഇഫ്താർ കഴിക്കാനില്ല എന്ന് ചോദിച്ചപ്പോൾ, ഇന്ന് ജോലി കിട്ടിയാൽ ഇന്ന് ഇഫ്താർ കഴിക്കാം എന്ന ആ ഒരു കൂലി ജോലി ചെയ്യുന്ന ആളുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ തന്നെ പോയിട്ട് ഒരു 15 ബിരിയാണി വാങ്ങിച്ച് 50 ആൾക്ക് വീതിച്ചു കൊടുത്തുകൊണ്ട് തുടക്കമിട്ട ഒരു സംരംഭമാണ്. ഇന്ന് ലക്ഷങ്ങൾക്ക് ബിരിയാണി കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു ഇഫ്താർ കൊടുക്കാനോ, അത് വെറും ഒരു ഫുഡ് കൊടുക്കാന്നതിലപ്പുറം ഒരുപാട് ആളുകൾ ഈ അനുഗ്രഹീത മാസത്തിൽ ഇഫ്താർ കൊടുക്കുക എന്നുള്ള ലക്ഷ്യം വെച്ച് ചെയ്തുകൊണ്ട് ഒരു മൾട്ടി പർപ്പസ് ആയിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഓരോ വർഷത്തിലും നമ്മൾ കൊടുക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്നവരെ തന്നെ വോളണ്ടിയേഴ്സും അല്ലെങ്കിൽ ഇതിൽ പങ്കെടുക്കാനുള്ള ആളുകളുടെ താല്പര്യമൊക്കെ കൂടുന്നുണ്ട്. കാരണം പങ്കെടുക്കാനുള്ള ആളുകൾ, വോളണ്ടിയേഴ്സ്, നമ്മളുമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കോർപ്പറേറ്റ്സ് അല്ലെങ്കിൽ മറ്റ് സംഘടനകൾ എല്ലാവരും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു തവണ നമ്മുടെ ഏതെങ്കിലും ഒരു ക്യാമ്പിൽ വന്ന് നമ്മളുമായിട്ട് ഷെയർ ചെയ്ത് ഈ എക്സ്പീരിയൻസ് ചെയ്ത ആളുകൾ എന്ത് തന്നെയായാലും മിക്കവാറും ആ വർഷം തന്നെ 1 അതിലധികം തവണയോ അല്ലെങ്കിൽ അടുത്ത തവണയെങ്കിലും ഏതെങ്കിലും ക്യാമ്പ് കേന്ദ്രീകരിച്ച് അവരുടെ സേവനത്തിന് വേണ്ടി വരുന്നുള്ളതാണ് നമുക്കൊരു എപ്പോഴും നല്ലൊരു അനുകൂലമായിട്ടുള്ളൊരു ഘടകം. അപ്പോൾ നമുക്ക് കൂടുതൽ ആളുകൾ ഇതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇതിപ്പോൾ ബാച്ചിലേഴ്സ് ഉള്ള ആളുകളുണ്ട്, ഫാമിലി ആയിട്ടുള്ള ആളുകളുണ്ട്, എല്ലാവരും ചേർന്നിട്ട്? ഇല്ല, അപൂർവമായിട്ട് ഫാമിലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം കോൺട്രിബ്യൂഷന് വേണ്ടിയിട്ടോ സ്വന്തം സർവീസിന് വേണ്ടി വരുന്നത് മാത്രമേ ഉള്ളൂ. നമ്മളുടെ എല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ലേബേഴ്സ്, അതോ പാർശ്വവൽക്കരിക്കപ്പെട്ട വളരെ കുറഞ്ഞ സാലറി ഉള്ള അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്യുന്ന ലേബേഴ്സിൻ്റെ ഏരിയകൾ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ടീം ഇഫ്താറിന്റെ ചീഫ് കോർഡിനേറ്റർ ഈസാക്കാരോടുള്ള സംസാരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തുടങ്ങിയത് വേറൊരു ക്യാമ്പിലായിരുന്നു. ആ ക്യാമ്പ് വേറെയാണ്. അവിടുന്ന് നേരെ അടുത്ത ക്യാമ്പിലേക്ക് വന്നു. അതിൻ്റെ അടുക്കാണ് ബാക്കി സംസാരങ്ങൾ. കാരണം കുറഞ്ഞ സമയത്തിനുള്ളിൽ സംഭവങ്ങൾ നമ്മൾ എല്ലായിടത്തും എത്തിച്ചിരിക്കുന്നത്. ഇതൊരു റൊട്ടീനാണ്. നമ്മൾ ഒരു ക്യാമ്പിൽ നിന്നും വേറെ ക്യാമ്പിലേക്ക് പോവുക, അവിടെ ഫിനിഷ് ചെയ്യുമ്പോൾ അടുത്ത ക്യാമ്പിലേക്ക് പോവുക. അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച 21 ക്യാമ്പ് പ്ലസ് ഇതെല്ലാം അഡീഷണൽ ക്യാമ്പുകളാണ്. ചില ദിവസങ്ങൾ നമുക്ക് കൂടുതൽ ഫുഡ് കിട്ടും. അങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ചില ക്യാമ്പുകളുണ്ട്. കൂടുതൽ അർഹിക്കുന്ന ആളുകളുള്ള ക്യാമ്പുകൾ നമ്മൾ കുറച്ച് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും ഇനി നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ക്യാമ്പും അതിൽപ്പെട്ടതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് അഡീഷണൽ ഫുഡ് വന്നു. ഡുക്കാബിൻ്റെ ഫുഡാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനത്തെ സെലക്ട് ചെയ്ത ക്യാമ്പുകൾ പോയിട്ട് അപ്പോൾ ഇന്നിപ്പോൾ 52 ക്യാമ്പിലായിരിക്കും നമ്മുടെ സപ്ലൈ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ കുറച്ച് ക്യാമ്പുകളിൽ നമ്മുടെ അടുത്ത് 6ഓളം ക്യാമ്പുകൾ നമുക്ക് ഫുഡ് അഡീഷണൽ ഫുഡ് വന്നാൽ ഡെലിവറി ചെയ്യാൻ പറ്റിയത് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് 2 ക്യാമ്പിൽ നിന്ന് ഫുഡ് കിട്ടും. അത് ഞാൻ ചോദിക്കട്ടെ, ടീം ഇഫ്താറിൽ ഞാൻ നേരത്തെ ചോദിച്ചത് അതായിരുന്നു. അതായത് ബാച്ചിലേഴ്സ് ആയിട്ടുള്ള മെമ്പേഴ്സ് ഉണ്ട്, ഫാമിലി ആയിട്ടുള്ള ആൾക്കാരൊക്കെ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെ അത് ചെറുതായിട്ട് ബാച്ചിലേഴ്സ് ഫാമിലി എന്ന് പറഞ്ഞാൽ പോരാ. സേവനത്തിന് വരുന്ന സർവീസിന് വരുന്നവരിൽ ഈ പറഞ്ഞ എല്ലാവരുമുണ്ട്. ചില ദിവസങ്ങളിലും അവധി ദിവസങ്ങളിലൊക്കെ ഭാര്യയും മക്കളുമായിട്ട് വന്ന് സേവനത്തിൽ വരുന്ന ആളുകളുണ്ട്. എന്ന് മാത്രമല്ല ചില ഫാമിലി ഗാദറിംഗ് എല്ലാം നമ്മുടെ ഏതെങ്കിലും ഒരു ക്യാമ്പിന്റെ ഒരു ഭാഗത്ത് വന്നിരുന്നുകൊണ്ട് അവരുടെ ഒരു ദിവസത്തെ നോമ്പ് തുറ അവതരിപ്പിക്കുന്ന അവസ്ഥയുണ്ട്. പിന്നെ നമ്മൾ വളരെ എടുത്തു പറയേണ്ട സംഗതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുമ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലും നിങ്ങളുടെ ജോലിക്കാരൻ വന്നിട്ടില്ല എന്ന് പറയുന്ന അവസ്ഥയാണ് പല സ്ഥലങ്ങളിലും നമ്മുടെ വോളണ്ടിയേഴ്സിനെ കുറിച്ച് പറയുക. ഈ വോളണ്ടിയേഴ്സിലെ പല ആളുകളും
അതിലെന്ന് പറഞ്ഞാൽ ഹൈലി പ്രൊഫഷണൽസ്, അതിലെന്ന് പറഞ്ഞെങ്കിൽ ഡോക്ടേഴ്സുമാരും എഞ്ചിനീയർമാരും ഹൈലി പ്രൊഫഷണൽസ് എക്സിക്യൂട്ടീവ്സ് എല്ലാം ആണ് ഈ വരുന്നത് എന്നുള്ളത് ഈ ഉപഭോക്താക്കൾക്ക് അറിയില്ല. ഇവരെ വിചാരം ഏതോ ഒരു കാറ്ററിംഗ് കമ്പനി കോൺട്രാക്ട് എടുത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കിത് ഈ ജോലിയൊക്കെ നിങ്ങളുടെ ജോലിക്കാർ വരാത്തതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യാത്തതെന്നാണ് അവർ പലപ്പോഴും. നമുക്ക് അത് അതിശയോക്തിയാണ്, അവർക്കറിയില്ല. തീർച്ചയായിട്ടും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അല്ല, നമ്മളിപ്പോൾ ടീം ഇഫ്താർ ഇപ്പോൾ ആ പേര് പോലെ തന്നെ നമ്മൾ റമദാൻ മാസത്തിൽ ഇങ്ങനെ കുറേ സർവീസും കാര്യങ്ങളും ചെയ്യുന്നു. നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പാർട്ടിസിപ്പേഷൻ? ടീം ഇഫ്താർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു സേവന വിങ് ഉണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ട് ഇഫ്താർ പ്രൊജക്റ്റിന് ഇട്ടിട്ടുള്ള ഒരു ടൈറ്റിലാണ്. ഇതിൽ നിന്ന് തന്നെ കുറേ ആളുകളെ അടർത്തിയെടുത്തിട്ട് നമ്മൾ ഒരു നിത്യസേവനം എന്ന നിലക്ക് നമ്മൾ ഇവിടുത്തെ നമ്മളൊരു പ്രവാസ സമൂഹമാണല്ലോ. ഈ പ്രവാസ സമൂഹത്തിന് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ നമ്മുടെ ഈ ഒരു ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഹം പാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിങ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ത്രൂ ഔട്ട് UAE ഒരു 250ഓളം ആളുകളുടെ നെറ്റ്വർക്കാണ്. ഈ നെറ്റ്വർക്ക് ഒരേ ഒരു ജോലി മാത്രം ഏറ്റെടുക്കുന്നത്. എവിടെയെങ്കിലും ഒരു മരണം സംഭവിച്ചാൽ ആ മരണത്തിന് വേണ്ട അതിൽ ഇൻറ്ററാക്ട് ചെയ്യുക, അതിൽ ഇടപെട്ടുകൊണ്ട് അവർക്ക് ഗൈഡ് ലൈൻസ് കൊടുക്കുക, അവരുടെ ഫോർമാലിറ്റീസ് ചെയ്ത് കൊടുക്കുക. ഈവൻ ചില അവസരങ്ങളിൽ ഇവിടുന്ന് ഡെഡ് ബോഡിയുടെ കൂടെ പോകാൻ വരെ ആളുകൾ ഉണ്ടാവാറുണ്ട്. ചില ആളുകളോ അല്ലെങ്കിൽ ചില സംഘടനകളോ ഒക്കെ ഹൈലൈറ്റ് ചെയ്യപ്പെടാറുണ്ടെങ്കിലും നമ്മുടെ ഒരു നയം എന്ന നിലയ്ക്ക് നമ്മൾ ഇതിനെ പ്രൊജക്റ്റ് ചെയ്യാറില്ല. വെറുതെ ഒരു പബ്ലിസിറ്റി കൊടുക്കേണ്ട ഒരു ഭാഗമല്ല ഇത്. ആത്മാർത്ഥമായിട്ടും ഒരു ദൈവികമായൊരു സേവനമായിട്ട് ചെയ്യണമെന്നുകൊണ്ട് ഇതിന് വല്ലാതെ പബ്ലിസിറ്റി ഇല്ല എന്നുള്ളൂ. വളരെ വ്യവസ്ഥാപിതമായിട്ട് ശരാശരി ഒരു ആഴ്ചയിൽ ഒരു 10 ആളുകളെങ്കിലും അല്ലെങ്കിൽ കൂടിയും കുറഞ്ഞിരിക്കാം, മരണകാര്യങ്ങളുമാണ്. അത്ര ഏകദേശം ഒരു 10 ആളുകളുടെ സേവനമെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്. ഇന്നും ഒരു കേസ് ഇപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ അവിടെ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, മനസ്സ് നിറഞ്ഞു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ റമദാൻ മാസം പ്രത്യേകിച്ചും അവസാനത്തെ 10ലേക്ക് വരുമ്പോൾ നമ്മൾ പറയുന്നത് കൂടുതൽ നേരം പള്ളിയിൽ നിസ്കരിക്കുക, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക, നിസ്കരിക്കുക, അങ്ങനെ ദിക്റില്ല. പക്ഷേ നിങ്ങൾ ആ ഒരു നോമ്പ് തുറക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് എന്താ പറയുക, ഫലം കൂടുതലാണ്. പക്ഷെ ആ സമയത്ത് നിങ്ങൾ ഈ ചൂടത്ത് നിന്നിട്ട് ഇത്രയും കാര്യങ്ങൾ ആക്റ്റീവായിട്ട് ഇത്രയും മെമ്പേഴ്സ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഹാറ്റ്സ് ഓഫ് പറയേണ്ട ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ സംഭവിച്ചേ പറ്റുള്ളൂ. ഇത് ഒരു ആത്മീയമാണ് വിഷയം. ഇതിനാർക്കും ഒരാളും ഇതിൽ അറിയപ്പെടാനോ പറയപ്പെടാനോ അല്ലെങ്കിൽ ഇത് എവിടെയെങ്കിലും എഴുതി പിടിപ്പിക്കാനോ ആഗ്രഹിക്കുന്നവരല്ല. വളരെ ഇപ്പം ഞങ്ങളുടെ ഒരു വലിയ വിഭാഗത്തിൻ്റെ സംബന്ധിച്ചിടത്തോളം ഇഫ് സപ്പോസ് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിന് വരാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ ആ ഒരു വർഷത്തെ വലിയൊരു നഷ്ടമായിട്ടാണ് ഇതിൽ പല ആളുകളും കാണുന്നത്. വളരെ യാദൃശ്ചികമായിട്ട് ഈ ലീവിന് പോകുന്ന ആളുകളൊക്കെ വളരെ വേദനയോട് കൂടി, കാരണം ചിലപ്പോൾ ഒരു പക്ഷേ ലീവ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, അപ്പോൾ വളരെ വേദനയോട് കൂടിയാണ് ഇവർ പോകാറുള്ളത്. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഇതിനെ എത്തിച്ചേർത്തുന്നത് വളരെ ആത്മീയമായിട്ടുള്ളൊരു പ്രവൃത്തിയായിട്ട് തന്നെ നമ്മളിതിനെ അവതരിപ്പിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീരമായിട്ടുണ്ട്. ഇനിയും 13 വർഷം എന്നൊക്കെ പറയുന്നത് വലിയ സക്സസ് തന്നെയാണ്. ഒരുപാട് സംഘടനകൾ ഉണ്ടെങ്കിൽ തന്നെയും ഇത് വലിയൊരു കാര്യമാണ്. ഇത്രയും മെമ്പേഴ്സ്, ഇത്രയും ക്യാമ്പുകളിൽ ഇത്രയും അധികം ആളുകൾക്ക് ഫുഡ് കൊടുക്കുന്നു. വരും വർഷങ്ങളിലും ഗംഭീരമായിട്ട് ഇതിലും ഗംഭീരമായിട്ട് ആളുകളുടെ എണ്ണം കൂടട്ടെ, മെമ്പേഴ്സിന്റെ എണ്ണം കൂടട്ടെ. ഇതുപോലെ ഞങ്ങൾക്കും വന്ന് ഇതുപോലെ തീർച്ചയായിട്ടും ഈ നിലക്കും മറ്റു പല നിലക്കും നിങ്ങൾക്ക് ഇതിൽ സഹകരിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ ടീം ഇഫ്താറിന്റെ മറ്റൊരു കോർഡിനേറ്റർ ബഷീർക്ക ജോയിൻ ചെയ്യാണ്. ബഷീർക്ക അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ വന്നപ്പോൾ ഒരു വളരെ ആക്റ്റീവായിട്ട് തണ്ണിമത്തിന് എടുത്തെറിയുന്നത് പോലും നിങ്ങൾ ഈ ഒരു എപ്പിസോഡിൽ ബഷീർഖാനെ കണ്ടിട്ടുണ്ടാവും. ഈ തലയങ്കട്ടൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. ബഷീർക്ക എത്ര നാളായി ഈ ടീം ഇഫ്താറിന്റെ കൂടെ ജോയിൻ ചെയ്തിട്ട്? സിൻസ് ബിഗിനിങ്, അതിന്റെ തുടക്കം മുതലുണ്ട്. ഇതൊരു പാഷനായി മാറിയിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് മാത്രമല്ല, ഇതിന്റെ കൂടെ കൂടുന്ന 450ഓളം വളണ്ടിയേഴ്സ് ഉണ്ട് പല ഭാഗങ്ങളിലായിട്ട്. അവർക്ക് എല്ലാവർക്കും ഇതൊരു പാഷനാണ്. ഇതില്ലെങ്കിൽ ഒരു റമദാൻ ഇല്ല. അതല്ലെങ്കിൽ റമദാൻ എന്ന് പറഞ്ഞാൽ സജ എന്നുള്ളത് ഒരു ഇതായി മാറിയിരിക്കണമെന്നില്ല. ശരിക്കും ഈ 30 ദിവസങ്ങളിലായിട്ട് വൈകുന്നേരങ്ങളിൽ സജ്ജ ക്യാമ്പുകളിൽ സജീവമാണ്. അതെ, അസർ നമസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഇവിടുന്ന് പുറപ്പെടും. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റിൽ നിന്ന് സാധനങ്ങൾ എത്തിക്കുകയും പിന്നെ എവിടെയാണ് എന്തെങ്കിലും ഷോർട്ട്സ് ഉണ്ടെന്ന് വെച്ചെങ്കിൽ അതുമല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾ ഫുഡ് ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തില്ലേ, അതേപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ചെല്ലുക. പിന്നെ ഏതെങ്കിലും സാധനങ്ങൾ കുറവുണ്ടെങ്കിൽ അവിടെ അത് എത്തിച്ചു കൊടുക്കുക. ശരിക്കും കൃത്യമായിട്ടൊരു ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇന്ന ക്യാമ്പിലേക്ക് ഇന്ന വണ്ടി, ഇന്ന നമ്പർ, ഇന്ന ആള് പോകുന്നു. സ്ഥിരമായിട്ടും അങ്ങനെയാണോ ആ ലിസ്റ്റ് ഇടുന്ന കാര്യങ്ങളൊക്കെ? അതെ തന്നെ. ഇന്നത്തെ എന്താണ് ഇപ്പോൾ ചിലവായത് അതിന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ച് നാളെ നമ്മൾ ഫുഡ് എല്ലാ ക്യാമ്പിലും അറേഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഇപ്പോൾ ഓരോ ക്യാമ്പുകളിലും എണ്ണം കൂടുക എന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ റിസർവിൽ ഉണ്ടാകും, അപ്പോൾ അത് കൊണ്ടുകൊടുക്കും. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ അവസാനം നമ്മൾ അവരുടെ കൂടെ തന്നെ ഇരുന്നൊരു നോമ്പ് തുറയും കാര്യങ്ങളും നിസ്കാരം അവരുടെ കൂടെ തന്നെ എല്ലാം ആ വളണ്ടിയേഴ്സ് ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് യുവാക്കളാണുള്ളത് ക്യാമ്പിൽ. പ്രോഗ്രാം തന്നെ ബാച്ചലർ പാർട്ടിയാണ്, കോളേജ് അലുമിനിയാണ്. അപ്പോൾ അവർ കംപ്ലീറ്റ് യുവാക്കളാണ് അവരുള്ളത്. യുവത്വം അവർ അടയാളപ്പെടുത്താണ് ഇവിടെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും ഏകദേശം നോമ്പ് തുറക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലൊക്കെ ഈ ഒരു ടീം ഇഫ്താറിനോട് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, അതല്ല ഭക്ഷണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും കോൺടാക്ട് ചെയ്യുക? നിങ്ങൾ കോൺടാക്ട് ചെയ്യാനുള്ള ഏതെങ്കിലും നിങ്ങൾ കോൺടാക്ട് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കോൺടാക്ട് ചാനലിലേക്ക്. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് ഉണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം തീർച്ചയായിട്ടുണ്ട്. അത് ഏത് മതസ്ഥനായാലും എങ്ങനെയുള്ള ആർക്കും ഇതിനോട് ജോയിൻ ചെയ്യാം. ഇതിൽ തന്നെ ഇപ്പോൾ വെറും
നോമ്പെടുക്കുന്നവർ മാത്രമല്ല ഇവിടെ ഇരിക്കുന്നത്, അതിൽ പലരും ഉണ്ട്. നമ്മൾ അവരൊക്കെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് സന്തോഷമുള്ളൂ. ഒരു നേരത്തെ മനുഷ്യരെ തീർച്ചയായിട്ടും കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗെയിൻ. വീണ്ടും നമുക്ക് ഓരോ വർഷങ്ങളും ഇതുപോലെ കാണണം, ആക്റ്റീവായിട്ട് കാണണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ടയേർഡായിട്ടുണ്ട്. ഞാൻ ഇത്രയും ടയേർഡായെങ്കിൽ കഴിഞ്ഞ 30 ദിവസമായിട്ട് ടീം ഇഫ്താർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഘടനയിൽ മെമ്പേഴ്സ് ഓരോരോ ക്യാമ്പുകളിൽ ഏകദേശം 10-25ഓളം ക്യാമ്പുകളിൽ ഇത്രയധികം ആളുകൾക്ക് ഭക്ഷണം എത്തിക്കുമ്പോൾ ഈ ഒരു സമയത്ത് എത്രമാത്രം ടയേർഡാവുന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ക്യാമ്പ് ടു ക്യാമ്പ് നമ്മളിങ്ങനെ പറന്ന് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറേ വിശേഷങ്ങളൊക്കെ കണ്ടു. അങ്ങനെ അവസാനം നമ്മളൊരു ഫൈനൽ ക്യാമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 7 മണിയോടെ അടുത്തിട്ടുണ്ട്. നോമ്പ് തുറക്കാനായിട്ട് ഒരുപാട് ആയിരങ്ങളോളം ജനങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഒരു 20-25,000 പേർക്ക് ഒരു ദിവസം ടീം ഇഫ്താർ ഇങ്ങനെ ഒരു നേരത്തെ വയറ് നിറച്ചുള്ള ഭക്ഷണം ഒരുക്കുന്നുണ്ട്. 30 ദിവസം വരെ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ബാച്ചലർ പാർട്ടി ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ ഒരു ആത്മീയതയുള്ള ചൈതന്യമുള്ള മനോഹരമായിട്ടുള്ള എപ്പിസോഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ എന്തായാലും ഇനിയും വരും വർഷങ്ങളിലും ടീം ഇഫ്താറിന് ഇതുപോലെ ടീം ഇഫ്താറിനെ പോലുള്ള ഒരുപാട് സംഘടനകളുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ ലേബർ ക്യാമ്പുകൾ തൊഴിലാളികൾക്കും മറ്റ് ഒരു നേരത്തെ ഭക്ഷണം കിട്ടാൻ വഴിയില്ലാത്ത ആളുകൾക്കൊക്കെ ഭക്ഷണം എത്തിക്കാൻ പടച്ചവൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഈദ് മുബാറക് വിഷ് ചെയ്തുകൊണ്ട് തൽക്കാലത്തേക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നിന്നും ഷാഫി സൈനിങ് ഓഫ്. വീണ്ടും കുറച്ച് ബാച്ചിലേഴ്സിൻ്റെ വിശേഷങ്ങളുമായിട്ട് അടുത്ത ആഴ്ച ബാച്ചിലർ പാർട്ടിയിലൂടെ വീണ്ടും നമുക്ക് കാണാം. ഞാൻ അങ്ങോട്ട് നോമ്പ് തുറക്കാനായിട്ട് അവരുടെ കൂടെ ഈ തൊഴിലാളികളുടെ കൂടെ ഈ ടീം ഇഫ്താറിൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ വീണ്ടും കാണും വരേക്കും വൺസ് അഗൈൻ ഷാഫി സൈനിങ് ഓഫ്. അസ്സലാമു അലൈക്കും.